ഹായ് ഫ്രണ്ട്സ്, എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ അത് തീർച്ചയായും തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് അത് വെറുമൊരു അഭിനയമായി മാറുന്നത്. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യർക്ക് നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ തുറന്നു നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളെ കണ്ടിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. മനസമാധാനം അവിടെയാണുള്ളത്. ചതിയാണോ നുണയാണോ കൂടുതൽ അപകടകാരി എന്ന് ചോദിച്ചാൽ നുണയാണ് അപകടകാരി. ചതിക്കുമ്പോൾ നമ്മൾ ഒരു തവണയെ വേദനിക്കുകയുള്ളൂ, എന്നാൽ ഓരോ നുണകളും നമ്മെ ജീവിതകാലം മുഴുവൻ വിഷമിപ്പിച്ചു കൊണ്ടേയിരിക്കുമെന്നതാണ്. ജീവിതത്തിൽ നമ്മൾ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ കാണുവാനുള്ള കണ്ണുകളും കേൾക്കുവാനുള്ള കാതുകളും മനസ്സിലാക്കുവാനുള്ള മനസ്സുകളുമാണ് വേണ്ടത്. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല, എന്നാൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നുവെന്നും. നിങ്ങൾ പരിശ്രമിച്ചിട്ട് തോറ്റാൽ അത് നിങ്ങളുടെ തെറ്റല്ല, എന്നാൽ പരിശ്രമമില്ലാതെ തോറ്റാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. ജീവിതത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. എല്ലാവരോടും ക്ഷമിക്കാനും മനസ്സ് തുറന്ന് സ്നേഹിക്കാനും തയ്യാറാകണം. നമുക്ക് ആ അവസരം ജീവിതത്തിൽ പിന്നീട് ലഭിച്ചു എന്ന് വരില്ല. ഓരോ സൗഹൃദങ്ങളും ഓരോ ഇഷ്ടങ്ങളും ഹൃദയത്തിൽ ഓരോ അടയാളപ്പെടുത്തലുകളാണ്. ചിലർക്ക് പകരമായി വേറൊരാളെ കണ്ടെത്താനാവില്ല, അത് ജീവിതത്തിലായാലും സൗഹൃദത്തിലായാലും. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടന്നു തീർക്കേണ്ട ദൂരം നടന്നു തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സ്ഥാനങ്ങളല്ല നമ്മെ ഒരു മികച്ച ലീഡറാക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കിടയിൽ ഉന്നതനാകാൻ സാധിക്കുകയുള്ളൂ. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല. ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ചാൽ നല്ലൊരവസരം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. മാറ്റങ്ങൾ ചിലപ്പോൾ വേദനകൾ സമ്മാനിച്ചേക്കാം, പക്ഷേ ചിലപ്പോഴൊക്കെ അത് അനിവാര്യവുമാണ്. ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലേക്കും സമർപ്പിക്കരുത്. കാരണം മനുഷ്യൻ മാറും, ഒപ്പം അവരുടെ മനസ്സും മാറുന്നതാണ്. കരയാം നമ്മുടെ സങ്കടങ്ങൾ തീരാൻ വേണ്ടി മാത്രം. ചിരിക്കാം നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്കുള്ളതാണ്. Thank you for watching. Please support and subscribe.